ടി ടി സിയിൽ ചെയ്യാനുള്ള ഒരു ആൽബം വർക്കാണ് കേട്ടോ ഇത്. ഏകദേശം കംപ്ലീറ്റ് ആയപ്പോൾ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് പേജിൽ വന്നിട്ട് ഇൻഡെക്സ് ആണ്, നമുക്ക് എന്തൊക്കെ വർക്ക് ഉണ്ട് എന്നുള്ളത്. ടോട്ടൽ നമുക്ക് 15 വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ 15ഉം ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഇടയിൽ എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉള്ളതൊക്കെ അവിടെ പെൻഡിങ് വെച്ചിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ വരുന്നത് ലീവ്സ് ആണ് കേട്ടോ. അതിൽ ഞാൻ കഞ്ഞിക്കൂർക്കേൻ്റെ ഇല വെച്ചിട്ടത് പൊട്ടിപ്പോയിട്ടുണ്ട്, ഞാൻ വിണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് തെച്ചി, കുരുമുളക്, ചെമ്പരത്തി, കോവയ്ക്ക, അങ്ങനെ ഒരുവിധമുള്ള ലീവ്സൊക്കെ ഇതിൽ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ലീവ്സ് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ഫെതേഴ്സാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഞാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, കാരണം ഇപ്പം പണ്ടത്തെ പോലെ ഈ തൂവലൊന്നും കാണാൻ കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം അടിച്ചു വരുമ്പോൾ എനിക്ക് കിട്ടിയതാട്ടോ ഈ മഞ്ഞക്കിളിയുടെ തൂവൽ. അപ്പോൾ അത് ഒട്ടിക്കാമെന്ന് വിചാരിച്ച് അവിടെ എടുത്ത് വെച്ചതാണ്. അതുപോലെ തന്നെ ഒരു പേജും കൂടി ഒട്ടിക്കാനുണ്ട്, തൂവലുകൾ കിട്ടിയിട്ടില്ല. ഇനി കിളികളേനൊക്കെ വാങ്ങിക്കണ കടയിൽ പോയിട്ട് ശേഖരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീക്വൻസ് വർക്കാണ് കേട്ടോ. ഇതൊട്ടിക്കാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയുണ്ട്, എന്നാലും അതിൻ്റെ റിസൾട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സ്വീക്വൻസ് വർക്കിൽ ഫസ്റ്റ് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി, കാരണം ഈ സ്വീക്വൻസും ഒക്കെ എൻ്റെ കൈക്കൂടെ തന്നെ പോരുമായിരുന്നു. പിന്നെയാണ് എനിക്ക് അതിൻ്റെ ടെക്നിക്ക് മനസ്സിലായേ, പക്ഷേ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യണമായിരുന്നു. ഇത് പിന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നൂല് വർക്ക്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സാൻഡ് പേപ്പർ വർക്കാണ്. ഇത് നമ്മൾ ഈ ജനലൊക്കെ ഉരയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ ഇത്. പിന്നെ ഉള്ളത് പേപ്പർ കട്ടിങ് വർക്കാണ്. അത് ഞാൻ വേറൊരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതിൽ ബാലൻസ് വന്നിട്ടുള്ള പേപ്പേഴ്സ് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. ബട്ടർഫ്ലൈ, ഫ്ലവേഴ്സ്, ട്രീ, അങ്ങനെ ഒരു ചെറിയൊരു പ്രകൃതിയോട് ചേർന്നൊരു ചിത്രം. കോട്ടൺ വർക്ക് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റുന്നത് എന്താണോ എന്ന് സെർച്ച് ചെയ്തിട്ട് ചെയ്തതാണ് കേട്ടോ. ഇത് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അതിലേക്ക് കളർ ആഡ് ചെയ്യാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയൊരു വർക്കാണ് കേട്ടോ. നമ്മൾ പെൻസിലൊക്കെ ഷാർപ്പ് ചെയ്തിട്ട് ദൂരേക്ക് കളയുന്നൊരു സാധനമാണിത്. നെക്സ്റ്റ് സ്ട്രോ വർക്കാണ് കേട്ടോ. സ്ട്രോയ്ക്ക് പകരം ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഈ മുള ഉണ്ടാവുമല്ലോ, ആ മുള വെട്ടിയിട്ട് അതൊന്ന് കഷ്ണാക്കിയിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഒട്ടിക്കുന്ന സമയത്ത് അത് നല്ല സൂപ്പറായി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉണങ്ങിയത് കൊണ്ടായിരിക്കും അതങ്ങ് കൂടിപ്പോയി. അതിൻ്റെ ഇടയ്ക്കാണ് പഞ്ച് വർക്ക് വരുന്നുണ്ട്. അതെനിക്കൊരു ഡൗട്ടായതുകൊണ്ട് ഞാനതവിടെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ് ആക്കാൻ അതുണ്ട് കേട്ടോ ബാക്കി. പിന്നുള്ളത് ഫിംഗർ പ്രിൻറ്റിങ് ആണ്. സിമ്പിളായിട്ടുള്ള പിക്ചറാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. പൈനാപ്പിൾ, ഇത് നമ്മുടെ എഗ് ഷെല്ലാണ് കേട്ടോ. പിന്നെ മാറ്റ് വർക്ക് ഉണ്ട്. ഇതെനിക്ക് അമ്മ ചെയ്തു തന്നതാണ്. എനിക്കിതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല, അപ്പോൾ അമ്മ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രയോൺ വർക്ക് കളർ ചെയ്തതിന് ശേഷം എനിക്ക് ഭയങ്കര ഒരു തൃപ്തിപ്പെട്ട പിക്ചറാണ് കേട്ടോ ഇത്. ലാസ്റ്റ് വരുന്നത് ഒരു പെയിൻറ്റിങ് വർക്കാണ്. അപ്പോൾ പഞ്ചിങ് വർക്കും പെയിൻറ്റിങ് വർക്കും കഴിഞ്ഞാലാണ് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ.